സുഹൃത്തുക്കൾ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടത് അത് സ്ലോ മോഷനിലായി പോയി. പ്രേക്ഷകരെ കംപ്ലൈൻറ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ലോ മോഷൻ അല്ലാതെ തന്നെ നല്ല ഒരു വീഡിയോ എല്ലാവരും എൻ്റെ വ്യൂവേഴ്സ് ആവശ്യപ്പെട്ട പോലെ ചെർപ്പശ്ശേരി ടു നമ്മളെ നെല്ലായി വരെയുള്ള റോഡൊന്ന് ആരെങ്കിലും എടുത്തൊരു വ്യൂവേഴ്സുകൾ പല അഭിപ്രായങ്ങളും പല കമൻറ്റുകളും കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒന്ന് ഇടാൻ ശ്രമിക്കുകയാണ്. പിന്നിൽ ക്യാമറ പിടിക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഞാൻ എൻ്റെ അരിയിൽ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഇത് ക്യാമറ എടുക്കാൻ പോണത്. ഓക്കെ, റെഡി, ആക്ഷൻ സ്റ്റാർട്ട്. റോൾ ക്യാമറ, ആക്ഷൻ സ്റ്റാർട്ട് നൗ. ഇവിടെ ഒരു സാധനം വന്നിട്ടുണ്ട്, ബാംഗ്ലൂർ ജ്യൂസി ആൻഡ് ഫുഡ്സ് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇവിടെ നല്ല കച്ചവടമുണ്ട്. കൽക്കത്ത റോഡോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ, റോഡുകളും ഐറ്റംസുകളും ഷവർമ്മയുടെ പോലെ. അത് നമ്മൾ സൗദിയിൽ പറയുന്നത് അസാലി മോഡലൊക്കെ ഐറ്റംസൊക്കെ ചെറുതായിട്ട് പൊരിച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കൊടുക്കുക ആളുകളൊക്കെ തന്നെ. അവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴക്കാറുണ്ട്. കാർമേഘങ്ങൾ അടഞ്ഞു മൂടി കിടക്കുകയാണ്. രാവിലെ സമയം ഇപ്പോഴത്തെ സമയം എത്രയാണ്? 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ടോ, ഗീറ് മാറ്റാനും ക്ലച്ച് പിടിക്കാനൊക്കെ മൊബൈൽ പിടിക്കാൻ പറ്റില്ലല്ലോ. റോഡ് കണ്ടോളി മക്കളെ, സുഹൃത്തുക്കളെ, റോഡുകൾ നോക്കി സൂപ്പർ പണിയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി 2 ലെയർ വരാണ്ടിട്ടില്ലേ, 2 ഇഞ്ചിൻ്റെ ലെയർ വരാണ്ട്. അത് മീൻസ് റബ്ബറൈസർ. ഇപ്പോൾ ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 അടി താഴ്ചയിൽ വലിയ ബോളറൊക്കെ ഇട്ട് പണിയെടുത്താണ്. ആണോ, കമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ല തമിഴ്നാട്ടിൽ പോയ പോലെയാണ്. കണ്ണാശുപത്രി ഒന്ന് വന്നിട്ടുണ്ട് ഇവിടെ, സെയിൻ കണ്ണാശുപത്രിയാണ്. അവ മഞ്ഞക്കല്ല് നല്ല അടഞ്ഞ കാറുണ്ട് രാവിലെ. ഇതായിട്ട് തന്നെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട്. വലിയ ജോറായ മഴ എന്ന് പറയാനൊന്നിട്ട് പറ്റൂല, എന്നാലും തിരക്കില്ലാത്തൊരു മഴ പെയ്തു. കണ്ട മഞ്ചക്കല്ലൊക്കെ പാകം പിടിച്ച്, ആ മഞ്ചക്കല്ലൊക്കെ നെഞ്ചക്കല്ലായി മാറി. ഇവിടെ ഒരു ഓട്ടോ ആപ്പ് എന്തോ ചെഴുകിയിട്ടുണ്ട്. കണ്ട ഒരു 3-4 ബസ്സിന് തന്നെ ഇങ്ങനെ പോവാം. 3 ബസ്സിനാണെങ്കിൽ അടിച്ച് പൊളിച്ച് സ്പീഡൊന്നും കമ്മിയാക്കാതെ തന്നെ ഫൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. 4 ബസ് സുഖമായിട്ട് പോവും. അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ഒന്ന് സൈഡ് കൊടുക്കുമ്പോൾ ചവിട്ടേണ്ടിരുന്നു ചിലപ്പോൾ. പക്ഷെ 3 ബസ്സിന് ഈസി ആയിട്ട് പോകാം. ഷംസ് പറഞ്ഞിരുന്ന മാതിരി നടുവിൽ ലൈനറുള്ള മുതലൊക്കെ ഉണ്ട്. പക്ഷേ ആരും ഇടുന്നതാണല്ല, ലൈൻ ഇടില്ല എന്ന് തോന്നുന്നത്. കേട്ടോ, ഷാൻ്റെ കട ഉണങ്ങി ചത്ത് കിടക്കാണ്. അദീന അഡ്വൈസ്. ഇതൊന്നും വലിയ ഇവിടുന്ന് ഇപ്പം അടുത്ത നാട്ടിൽ പോയാൽക്കൊന്നും ഒരു പുതുമ ഉണ്ടാവില്ല. പക്ഷേ 2 കൊല്ലമായിട്ടും 2.5 കൊല്ലമായിട്ടും വരുന്ന ഫൈസലിനെ പോലുള്ളവർക്ക് ഇത് അതിർപ്പം തന്നെ ഈ കാരണം. ഓലൊക്കെ 2-3 കൊല്ലം കൂടുമ്പോൾ വരുന്ന ആൾക്കാരല്ലേ. അവിടെ വാമ്പേ മൊഴിയിട്ടുണ്ടോ? അവിടെ നല്ല സിറ്റി, അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതാ രസമായി. ഏതുവരെ ഉണ്ടെന്ന് കാണിച്ചു തരട്ടില്ലേ. റോഡ് പണിയെടുത്ത് കഴിഞ്ഞത് ചാല് നല്ല സിറ്റിയല്ലേ ഉള്ളൂ. ഇത് മച്ചുറഷീൻ്റെ വീട്, ഇത് വരെ ഉള്ളൂ. ഇപ്പോൾ റോഡ് പണിയെടുക്കണുള്ളൂ. ഇത് പുതിയ ചായക്കട, കണ്ണൂർക്ക് ചായക്കടയൊക്കെ കണ്ണൂർ കടി പറഞ്ഞില്ലേ, അത് ചെമ്മലക്കാരുടെ ബിൽഡിങ്ങിലാണ്. ഇത് വേറെ ടീ കടയാണ്. പിന്നെ ആ കട്ടുകാരും വെള്ളൊടിച്ചിക്കാരൊക്കെ കൂടി 2-3 ആൾക്കാർ കൂടിയിട്ട് അതിലുൻ്റെ അവിടെ ഉള്ള ചായക്കടയാണ്. മദ്രസത്തുൽ ഇസ്ലാമിയ നല്ലായ റോയൽ കാറ്ററിങ് ഷംസുവിൻ്റെ. ഇവിടെ ഒരു സഫയർ ക്ലിനിക്ക് വന്നിട്ടുണ്ട്. നമ്മളെ സുലൈഖ വിറ്റ് ചെയ്യുന്ന സ്ഥലത്താണ്. ഇത് ജല്ലുവിൻ്റെ ചായക്കട. ഏതോ ഒരു പാൽക്കാരി പെണ്ണ് പോകുന്നുണ്ട്. നോക്കിയെന്നാ ഗായ്സ്, അസ്സലാമു അലൈക്കും.